എല്ലാവർക്കും നൊവൈസ് PSC ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിക്കുന്ന സാഹിത്യ പുരസ്കാരങ്ങളിൽ കറണ്ട് അഫെയർ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം 32ആണ് 2024 കൊടുത്തത്. ഈ 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണ്. NS മാധവനാണ് 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 31ാമത്തെ ജേതാവ് ആരായിരുന്നു? SK വസന്തൻ. 31ാമത്തെ 2023 31ാമത്തെ. ഇനി 30ാമത്തെ ജേതാവ് ആരായിരുന്നു? സേതുവായിരുന്നു 2022. P വത്സലയ്ക്ക് കിട്ടിയത് 2021 29ാമത്തെ ജേതാവ് ആരായിരുന്നു? P വത്സലയായിരുന്നു. P വത്സല അന്തരിച്ചത് 2023 നവംബർ 21. P വത്സല എന്നാണ് അന്തരിക്കുന്നത്? 2023 നവംബർ 21. ആദ്യ നോവൽ തകർച്ചയാണ്. ആദ്യ നോവൽ തന്നെ തകർന്നുപോയി. P വത്സലയുടെ ആദ്യ നോവൽ തകർന്നുപോയി. തകർച്ചയാണ് ആദ്യ നോവല്. ആത്മകഥ കിളിക്കാലമാണ്. ആത്മകഥ കിളിക്കാലം. തിരുനെല്ലിയുടെ കഥാകാരി ആരാണ്? P വത്സലയാണ്. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. 1993 ഏർപ്പെടുത്തിയത്. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ആദ്യമായി ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ആദ്യമായി ലഭിച്ച വനിത ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. എന്തിനാണ്? സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. അടുത്ത ചോദ്യം, വള്ളത്തോൾ പുരസ്കാരം 2019 ലഭിച്ചതാർക്ക്? 2019 ശേഷം കൊടുത്തിട്ടില്ല. അപ്പോൾ 2019 ലഭിച്ചതാർക്കാണ്? P സക്കറിയയ്ക്കാണ്. P സക്കറിയയ്ക്കാണ് 2019 ലഭിക്കുന്നത്. നൽകി തുടങ്ങുന്നത് 1991. 1991. അപ്പോൾ 91 നൽകി തുടങ്ങുന്നത്. അപ്പോൾ വള്ളത്തോൾ അവാർഡിൻ്റെ പുരസ്കാര തുക എത്രയാണ്? മുഴുവൻ ഒന്നാണ്. 1,11,111 രൂപയാണ് ഇത് വള്ളത്തോൾ അവാർഡിൻ്റെ പുരസ്കാര തുക. കേരളത്തിലെ 2ാമത്തെ ഉയർന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? വള്ളത്തോൾ പുരസ്കാരം. അപ്പോൾ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാ? എഴുത്തച്ഛൻ പുരസ്കാരം. കേരളത്തിലെയാണ്, സാഹിത്യ വിഭാഗത്തിലാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ഏതും വള്ളത്തോൾ പുരസ്കാരവും നൽകുന്നത്. നമ്മൾ ഒരു സമഗ്ര സംഭാവന പഠിച്ചത് എഴുത്തച്ഛൻ അവാർഡാണ്. 2ാമത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരമാണ്. ആദ്യമായി ലഭിച്ചത് പാല നാരായണൻ നായരാണ്. പാല് വെള്ള നിറമാണെന്ന് ആലോചിക്കുക. പാല നാരായണൻ നായർ. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് പാല നാരായണൻ നായർ. ആദ്യമായി ലഭിച്ച വനിത ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായി ലഭിച്ചത് ഏത് പുരസ്കാരം? വള്ളത്തോൾ പുരസ്കാരം. അടുത്തത് 48ാമത് വയലാർ അവാർഡ് ലഭിച്ച കാട്ടൂർ കടവ് ഏത് വിഭാഗത്തിൽ പെടുന്നു? 48ാമതാണ്. അപ്പോൾ 48ാമത്തെ അവാർഡ് ലഭിച്ചതാർക്കാണ്? അത് അശോകൻ ചരുവിലിനാണ്. അശോകൻ ചരുവിലിൻ്റെ നോവലാണ് കാട്ടൂർ കടവ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? നോവൽ വിഭാഗമാണ് ഇത് കാട്ടൂർ കടവ്. കാട്ടൂർ കടവിൻ്റെ ഇതിവൃത്തം എന്താണ്? കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളുന്നതാണ് കൃതി. എന്താണ്? കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളുന്നതാണ് കൃതി. ഇനി ഈ 48 ആലോചിക്കാൻ വേണ്ടിയിട്ട് 4 2 6 6 2 8 48. അങ്ങനെ 8 കിട്ടില്ലേ? അപ്പം 48. ചിലപ്പോൾ വർഷം തരാതെ ഈ 48 ചോദിക്കുന്നതെങ്കിലോ? അപ്പോൾ 2 2 4 4 4 8. അതുപോലെ ഇതാ 47ാമത് പുരസ്കാരം. 47ാമത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം. കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. 7 ആലോചിക്കാൻ ഇതാ 2 2 4 3 7. 47ാമത്തെ കൃതി. 2022 2 2 4 6. 46ാമത്തെ ആർക്കാണ്? S ഹരീഷിനാണ്. കൃതി ഏതാണ്? മീശ. കൃതി മീശയ്ക്കാണ്. 2021 45 ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയതെന്നാണ്? 1977. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഏർപ്പെടുത്തിയത്. ആരാണ്? വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. കൃതി ഏതായിരുന്നു? അഗ്നിസാക്ഷി. കൃതി ഏതാണ്? അഗ്നിസാക്ഷിക്കാണ് ആദ്യമായി ഏത് ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 2024 ഹരിവരാസന പുരസ്കാര ജേതാവ്
2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ്. 2024 ആർക്കായിരുന്നു കിട്ടിയത്? PK വീരമണിദാസനാണ് 2024 ജേതാവ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 2025 ജേതാവാണ്. 2025 ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 PK വീരമണിദാസൻ. 2023 ആരായിരുന്നു? 2023 ശ്രീകുമാരൻ തമ്പിയായിരുന്നു. 2023 ആരായിരുന്നു? ശ്രീകുമാരൻ തമ്പി. അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് അതാരായിരുന്നു? സാറ ജോസഫ് ആയിരുന്നു. 2023 ജേതാവാണ് സക്കറിയ. 2023 ജേതാവ്. 2022 ജേതാവ് സേതു ആണ്. അടുത്ത ചോദ്യം, 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. 54ാമത്തെയാണ് ചോദിച്ചേക്കുന്നത്. 54 ഓർത്ത് വെക്കാൻ എന്താ? 54 2024 ഇതിൻ്റെ 4 ഓർത്തിരുന്നാൽ മതി. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? അത് K അരവിന്ദാക്ഷനാണ്. ഏതാണ് നോവലാണ്. ഗോഭ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗോഭ എന്ന നോവലിൻ്റെ ഇതിവൃത്തം എന്തായിരുന്നു? അത് ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗോഭ ചോദ്യം ചെയ്യുന്നതാണ് ഗോഭ എന്ന നോവലിൻ്റെ ഇതിവൃത്തം. 2023 53ാമത്തെ പുരസ്കാരമാണ്. 2023 53ാമത്തെയാണ്. അതാർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കവിതാ സമാഹാരത്തിനാണ് 2023 ലഭിച്ചത്. കവിത മാംസഭോജിയാണ്. 52 2022 52. ഇപ്പം നമുക്ക് 52 എന്ന് കേട്ടാൽ 2022 ആ രണ്ടങ്ങ് എടുത്താൽ മതി. അംബിക സുധൻ മങ്ങാടിനാണ് കൃതി പ്രാണവായു. 2021 സാറ ജോസഫിനാണ് ബുധിനി. എത്രാമത്തെ ആയിരിക്കും? 51. ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. 1965 ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. നൽകി വരുന്നത് ആരാണ്? അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. ഓടക്കുഴൽ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ആരെ ഓർമ്മ വരുന്നത്? കൃഷ്ണനാണ് അല്ലേ? കൃഷ്ണൻ എന്താ കട്ടെടുക്കുന്നത്? വെണ്ണയാണ്. അപ്പോൾ ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. സമ്മാനത്തുക എത്ര രൂപയാണ്? 30,000 രൂപയാണ് സമ്മാനത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.